നാടകമൊക്കെ കഴിഞ്ഞ് നാട്ടുകാരൊക്കെ പിരിഞ്ഞുപോയ അമ്പലപ്പറമ്പ് പോലെയാണ് ഇപ്പം നമ്മുടെ അടുക്കള. കാര്യം എന്താണെന്ന് അറിയണ്ടേ? നാത്തൂന് ഇവിടെ ഇല്ല. അവളുടെ കെട്ടിയവൻ്റെ കുഞ്ഞമ്മ മരിച്ചുപോയി. അതുകൊണ്ട് ഇപ്പം നമ്മുടെ അടുക്കള ഉമ്പായിയുടെ ഗഫല് പോലെ ആകെ വിഷാദഭരിതമാണ്. അവളുണ്ടെങ്കിൽ അടുക്കളയിൽ ഒരു ഓളം ഉള്ളെന്നേ. നമുക്കിന്ന് കുറച്ച് കക്കയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 7-8 തവണ കഴുകി കലത്തിലാക്കി അതങ്ങ് അടുപ്പത്തോട്ട് വെച്ചു. കല നിറയെ കഴുകി നമ്മൾ അടുപ്പത്ത് വെച്ചതാ. കണ്ടോ, വൃത്തിയാക്കി എടുത്തപ്പോൾ തട്ടി ഇത്രയേ ഉള്ളൂ. കാണുന്നവർക്കൊന്നും തോന്നുകയില്ല, ചെയ്യുന്നവർക്കൊട്ട് പണി തീരുകയില്ല. ഇതെല്ലാം തീർത്തിട്ട് ഒരു ജോലിക്കും കൂടി ഇറങ്ങി പോകുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട. ഈ 2 ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു അരിയും കറിയും വെച്ചാൽ പണി തീരില്ലേ എന്ന് ചോദിക്കുന്നവരൊക്കെ ജിയോ ബേബി ഡയറക്റ്റ് ചെയ്ത ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന മൂവി ഒന്ന് കാണണം കേട്ടോ. അടുക്കളയിലെ തത്രപ്പാടിൻ്റെ ഒരു ഏകദേശ രൂപം അപ്പോൾ പിടിയിട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, വെളുത്തുള്ളി അരച്ചത്, ഉപ്പ്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച കക്ക എടുത്ത് തട്ടി അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, തേങ്ങാക്കുത്തി ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ വഴിച്ചെടുത്തു. പിന്നെ നമ്മുടെ കക്കയും കൂടി ഒന്ന് വറുത്തെടുത്തു. ഉള്ളി വഴറ്റി വെച്ചതിനകത്തോട്ട് നമ്മുടെ വറുത്ത് വെച്ച കക്കയും കൂടി തട്ടി. വഴറ്റി വെച്ച ഉള്ളിയുടെയും കക്കയുടെയും പുറത്തോട്ട് കുറച്ച് മല്ലിയില വാരി വിതറി. അവിടെ കിടക്കട്ടെന്നേ. അപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല രുചിയുണ്ട് കേട്ടോ. നമുക്കിന്ന് ഇതിൻ്റെ കൂടെ ചീനിയുണ്ട്, ഉരുളക്കിഴങ്ങ് റോസ്റ്റുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, ചമ്മന്തിയുണ്ട്, കുറ്റാല് വറുത്തുണ്ട്, പുളിശ്ശേരിയുണ്ട്. നാത്തൂന് ഇവിടെ ഇല്ലയെന്ന് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.